എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇ.ജി. ബെന്നി. ഞാൻ കൊട്ടാരക്കര മൈലം ദേശത്ത് വസിക്കുന്നു. 1994 മുതൽ 98 വരെ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഖത്തർ ദോഹയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. ഞാൻ വിദേശത്തേക്ക് പോകുവാൻ ഇടയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായ ഒരു ഞെരുക്കവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് പോകേണ്ടി വന്നത്. പോകുവാൻ തന്നെ ഏകദേശം അന്ന് 50,000-ഓളം രൂപ വിസയ്ക്കും ഒക്കെ നൽകി. എൻ്റെ സഹോദരിയുടെ മകൻ ജോസ് ഒരു ദിവസം എന്നെ ഫോണിലൂടെ വിളിക്കുകയും, അവൻ വിദേശത്തായിരുന്നു, വിളിച്ചിട്ട് ഇങ്ങനൊരു വിസ ഉണ്ട്, നിനക്ക് വരാൻ സാധ്യമാകുമോ, നിൻ്റെ പാസ്പോർട്ടൊക്കെ റെഡിയായോ എന്ന് എന്നോട് അന്വേഷിച്ചു. വാസ്തവത്തിൽ എനിക്കത് കേട്ടപ്പോൾ വല്ലാതെ ഒരു സന്തോഷമായിരുന്നു. ഞാൻ ദൈവത്തോട് ഞാനത് പ്രാർത്ഥനയിൽ ഞാൻ ഈ വിഷയം വെക്കുകയും എനിക്ക് വിദേശത്ത് പോകണം, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പരിഹരിക്കാൻ തക്കവണ്ണം എനിക്കെന്തെങ്കിലും ഒരു നല്ല ജോലിയൊക്കെ ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ജോലി ലഭിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ വിദേശത്ത് പോവുകയില്ലായിരുന്നു. നാട്ടിൽ ജോലി ലഭിച്ചതുമില്ല. അപ്പോൾ എനിക്ക് വിദേശത്ത് പോയെങ്കിൽ മാത്രമേ സാധ്യമാകൂ എൻ്റെ ആ ഒരു സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഒന്ന് മറികടക്കുവാൻ തക്കവണ്ണം. അപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ മകൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നതും ആ വിസയുടെ ക്രമീകരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, നീ ബോംബെക്ക് വരാനായിട്ട് പറഞ്ഞത്. ഞാൻ ബോംബെയിൽ എത്തി. എനിക്ക് യാതൊരു പരിചയവുമില്ല. 1, 2 എനിക്ക് ഭാഷ ഒന്നും അറിയില്ല. ആകെ മലയാളവും അല്പം ഇംഗ്ലീഷുമൊക്കെ പറയുവാൻ തക്കവണ്ണം സാധ്യമാകും. എന്നാൽ ഹിന്ദി എനിക്ക് യാതൊരു തരത്തിലും വശം ഇല്ലായിരുന്നു. അവിടെ എൻ്റെ ഒരു 1-2 സഹോദരങ്ങളെ എനിക്കവിടെ കാണുവാൻ തക്കവണ്ണം, സ്നേഹിതരെ കാണുവാൻ തക്കവണ്ണം സാധ്യമായി. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരോടൊപ്പം ഒരു ലോഡ്ജിൽ താമസിക്കുവാൻ ഇടയായി. ഒരു മാസത്തിൽ കൂടുതൽ എനിക്കവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് വിസ പ്രോസസ്സിംഗ് എല്ലാം റെഡിയാകുകയും വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം സാധ്യമാവുകയും ചെയ്തത്. എനിക്ക് വിദേശ രാജ്യം എന്നത് നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെയും പഠിച്ചത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. എന്നാൽ ഈ 2 സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. വിദേശ രാജ്യം എന്നൊക്കെ പറയുന്നത് കേട്ടുകേഴ്വി എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പോകേണ്ടത്, വിമാനത്തിൽ കയറണം, വിമാനത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കുക, അല്ലെങ്കിൽ വിമാനത്തിൽ കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഭയവും പ്രയാസങ്ങളുമൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ എന്തായാലും എൻ്റെ ദൈവം തമ്പുരാൻ ശക്തമായിട്ട് എനിക്ക് ഒരു ധൈര്യം തന്നു എന്ന് തന്നെ വേണം അത് പറയുവാൻ തക്കവണ്ണം. കാരണം വിമാനത്തിൽ കയറുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. അതായത് വിമാനത്തിൽ കയറുമ്പോൾ ചെവിക്ക് പ്രയാസങ്ങളുണ്ടാകും, ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഓരോരുത്തരും പറയുകയൊക്കെ ഉണ്ടായി. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എനിക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ഏത് കമ്പനിയിലാണോ എന്നെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് വിസ ഏർപ്പെടുത്തിയിരുന്നത്, അവരെന്നെ കൊണ്ടുപോവുകയും ആ സ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണം സാധ്യമായി. അന്ന് മുതൽ തന്നെ, ചെന്നിറങ്ങിയതിൻ്റെ അന്ന് മുതൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പോയത്, എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാർമസിയാണ്. എന്നാൽ എനിക്ക് അവിടെ ചെന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സാധ്യമായത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്കാണ് എനിക്ക് കയറുവാൻ തക്കവണ്ണം ഇടയായത്. അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. വല്ലാതെ എനിക്ക് ഒരു മനപ്രയാസം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ സകല ദൈവത്തെയും വിളിച്ചതായ ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാനവിടെ അതൊന്ന് പൊരുത്തപ്പെടുവാൻ തക്കവണ്ണം അനേക ദിവസങ്ങളെടുത്തു. അനേക ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുകയും പുറത്തോട്ടൊന്നും അധികം ഇറങ്ങിപ്പോകുവാനൊക്കത്തില്ല. ഹോട്ടലിൻ്റെ അക്കോമഡേഷൻ, ഒരു ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റലിൽ താമസിക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വാഹനം വരും, നേരെ ഹോട്ടലിൽ പോവുക, അവിടെ ജോലി കഴിഞ്ഞ് തിരികെ ഹോസ്റ്റലിലേക്ക് വരിക. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ എൻ്റെ സഹോദരിയുടെ മകനോട് ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് ഇവിടെ ജോലി ചെയ്യുന്നതിന്. പക്ഷേ ഇത്രയും രൂപ അന്നത്തെ കാലത്ത് ഒരു 50,000 റുപ്പീസൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തുക നമുക്ക് നേടിയെടുക്കാതെ ഒരു കാരണവശാലും തിരികെ വരുവാൻ തക്കവണ്ണം സാധ്യമാകുകയില്ല. എന്നാൽ എനിക്ക് പറയുവാൻ തക്കവണ്ണം, വളരെ സന്തോഷത്തോടെ പറയുവാൻ തക്കവണ്ണം സാധ്യമായത്, എന്നെ പിടിച്ചു നിർത്തിയതാ എൻ്റെ ദൈവം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ അവൻ്റെ വീട്ടിൽ, പെങ്ങളുടെ മകൻ താമസിക്കുന്ന ഒരു വീട്ടിൽ 5-6 പേര് ഒരുമിച്ച് താമസിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിയായ ഒരു ജോജി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയുമുണ്ട്. എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പോകാൻ സാധിക്കുകയില്ല. വല്ലപ്പോഴും കാണും ഞങ്ങൾക്ക് വെള്ളിയാഴ്ച എനിക്ക് അവധി കിട്ടുകയുള്ളൂ. കാരണം ഈ എല്ലാ ദിവസവും ജോലിയുണ്ട്. ആ ജോലിയിൽ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊരു അവധി കിട്ടും. ഏത് ദിവസമെന്ന് നമുക്ക് മുൻകൂട്ടി പറയുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പക്ഷെ എന്നാൽ അവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും അവധിയാണ്. അപ്പോൾ എനിക്ക് ഈ വെള്ളിയാഴ്ച കിട്ടുന്ന അവധി ദിവസങ്ങളിൽ ഞാൻ അവിടെ പോകുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോകുമായിരുന്നു. ചെല്ലുമ്പോൾ അവിടെ ഒരു 15 പേരോളം അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഒരു ചെയിൻ പ്രെയർ അവർ നടത്തുന്നു. ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ ഞാൻ സൺഡേ സ്കൂളിൽ നേതൃത്വം നൽകുന്ന, ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്നതായ, ഇവിടെ നന്നായിട്ട് ദൈവികമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ദൈവത്തെ ശരിക്കും മുഖാമുഖം കാണുവാൻ തക്കവണ്ണം സാധ്യമായത് ഗൾഫിൽ ചെന്നതിന് ശേഷം ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഈ പ്രെയർ സെല്ലിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സാധിച്ചപ്പോഴാണെന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ തക്കവണ്ണം സാധ്യമാകും. അന്ന് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം കുറേ കൂടി നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നൊരു തോന്നൽ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നി. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചകളും എനിക്ക് പോകുവാൻ തക്ക അതൊരു വലിയൊരു നഷ്ടബോധമായിട്ട് എനിക്ക് തോന്നി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹോദരങ്ങളെല്ലാം അവർ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുക, ഓരോ വിഷയം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ചിലർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു, ചിലർക്ക് ജോലിയുണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടുന്ന, ശമ്പളം കുറവുള്ള ജോലികൾ, അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അനേകരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു പ്രാർത്ഥനയിലൂടെ, ഈ ഒരു ചെയിൻ പ്രയറിലൂടെ അവരുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. അവർ വളരെയധികം ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ വളരെ ജീവനുറ്റ ഒരു പ്രാർത്ഥന, അതിലൂടെ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം നൽകുവാൻ തക്കവണ്ണം, നയിക്കാൻ തക്കവണ്ണം സാധ്യമാകും എന്ന് എല്ലാ വെള്ളിയാഴ്ച എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല എങ്കിലും മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ, അവരുടെ ആ ഒരു പങ്കുവെക്കലിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധ്യമായി. എന്നാൽ ഞാൻ കൂടുതൽ കാലം എനിക്ക് വിദേശത്ത് നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ഞാനൊരു PSCയുടെ ഒരു എക്സാമൊക്കെ എഴുതിയിട്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഞാൻ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്നതായിട്ട് എൻ്റെ ഭാര്യ ജെസ്സി എന്നെ വിളിച്ച് അറിയിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 10 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ തന്നെ ആ ടിക്കറ്റിൻ്റെ റേറ്റുമൊക്കെ കമ്പനിയിൽ നിന്ന് ലോണായിട്ടാണ് നൽകിയത്. അപ്പോൾ ആ ലോൺ നൽകി കഴിഞ്ഞപ്പോൾ തിരിച്ച് പോകാതെ യാതൊരു നിർവാഹവുമില്ല. കാരണം ഈ പൈസ തിരിച്ച് എനിക്ക് അടയ്ക്കാൻ ഇവിടെ വന്നിട്ട് യാതൊരു നിർവാഹവുമില്ല. ഞാൻ അതിനു വേണ്ടി കാലങ്ങളിൽ ജോലി ചെയ്തിരുന്നില്ല. പിന്നെ നാട്ടിൽ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വീണ്ടും ഉടനെ തന്നെ തിരികെ മടങ്ങിപ്പോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് ആയപ്പോൾ വീണ്ടും എനിക്ക് വരേണ്ടി വന്നു. വീണ്ടും വരുന്നതും ഞാൻ ഈ ടിക്കറ്റ് ലോൺ എടുത്തിട്ടാണ്. അതായത് കമ്പനിയിൽ ഞാൻ ഈ ജോലി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല, പറഞ്ഞാൽ അവർ വിടത്തില്ല. മറ്റ് ചില എമർജൻസി സിറ്റുവേഷൻസൊക്കെ അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വരാൻ സാധിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ നിന്ന് ഞാൻ ലീവ് എടുക്കുന്നതിന് ഒരുപാട് കടമ്പകളും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾ കാര്യമൊക്കെ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതായത് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയതായ ആ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ അച്ചൻകോവിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ നാട്ടിലെ ജോലി കിട്ടുന്നത്. ആ അച്ചൻകോവിൽ നിന്ന് കൊല്ലം DMO വഴി ഗവൺമെൻറ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഈ അപേക്ഷ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തിരികെ അതേപോലെ ഓരോ ഘട്ടങ്ങളും കടമ്പകളും കടന്ന് തിരിച്ച് ഞാൻ ജോലി ചെയ്തതായ ആ അച്ചൻകോവിൽ എന്ന് പറയുന്നതായ ആ ഒരു ആശുപത്രി വരെ ഈ ഒരു പേപ്പർ വരുമ്പോൾ മാത്രമേ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾക്ക് പോയി സ്പീഡപ്പാക്കി വേണം ഈ ലീവിൻ്റെ പേപ്പറൊക്കെ സാങ്ഷൻ ആയതിനു ശേഷം ഞാൻ വീണ്ടും തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്നൊരു 4 വർഷം, ടോട്ടലി ഒരു 4 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്യാനിടയായി. അതിനുശേഷം ഞാൻ തിരികെ വന്ന് നമ്മുടെ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ പോയ ആ ഒരു 4 വർഷം കൊണ്ട് എനിക്കൊരു ചെറിയൊരു വീട് എനിക്ക് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ നിർമ്മിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതലും കൃപയുമായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ അനുഗ്രഹകരമായി ഞാൻ ജീവിതം നയിക്കുന്നു.
പ്രവാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നാട്ടിലും ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഞാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമെന്നെങ്കിലും എല്ലാം ഒരു യാന്ത്രികമായ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണെന്ന് എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ എൻ്റെ ജീവിതവുമായി കമ്പയർ ചെയ്തിട്ട് എനിക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. കാരണം നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുണ്ട്. ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. പള്ളിയുണ്ട്, അച്ഛനുണ്ട്, നേതൃത്വം നൽകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഈ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നതെന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം പലവിധ ആൾക്കാർ, അതായത് ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ, അവരുടെ എല്ലാം കൂടെ ചേർന്നൊരു പ്രാർത്ഥന. അതൊരു കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണത് ആ പ്രാർത്ഥന ഗ്രൂപ്പ് നയിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല പ്രാർത്ഥന ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എന്താണ് ശരിയായ ഒരു ക്രിസ്തീയ ജീവിതമെന്ന്, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അടുത്ത് ബന്ധപ്പെടുന്നതിന് ഈ പള്ളിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സഭയെന്നോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവവും ഞാനുമായിട്ട് ഒരു നേരിട്ടുള്ളൊരു ബന്ധം വച്ച് പുലർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും എന്നത് ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായത്. ഒരു പ്രാർത്ഥന ഞാനായിരുന്നു ലീഡ് ചെയ്യാനായിട്ട് ഇടയായത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫാർമസിസ്റ്റായ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് ജോലി ചെയ്യാനായിട്ട് ഇടയായി. എങ്കിലും എനിക്ക് ആ ജോലിയോട് പൊരുത്തപ്പെടുവാനോ എനിക്ക് ആ ജോലിയോട് സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണോ മാനസികമായിട്ട് എനിക്ക് യാതൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ പലതവണ ജോലികളുടെ ഇടയിൽ നിലവിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. എങ്കിലും എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നില്ല. പിന്നീട് ഇവരോടൊപ്പം ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അവരൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം, ദൈവത്തോട് നമ്മുടെ വിഷമങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ദൈവം അതിനൊരു വഴി നമുക്ക് കാണിച്ചു തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം നമുക്ക് നമ്മുടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തക്കണം. ഒരു ദിവസം എൻ്റെ ആ ഒരു വിഷയം വെച്ചായിരുന്നു അവിടെ പ്രാർത്ഥിച്ചത്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ എനിക്ക് ഒരു വലിയൊരു മനസ്സിൻ്റെ ഒരു ഭാരമെല്ലാം വല്ലാതെ നീങ്ങിപ്പോകുന്നതായ ഒരു അനുഭവം, എൻ്റെ മനസ്സ് ഒന്ന് ശുദ്ധി കലശം ചെയ്തതുപോലെ എനിക്ക് ഒരു അനുഭവം എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് നാട്ടിൽ ഒരു ജോലിയുടെ ആ ഒരു ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരുന്നതും. അപ്പോൾ കുറേ കൂടി എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറേ കൂടി ഉയരുവാൻ തക്കവണ്ണം സാധിച്ചു. ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നു. ഇവിടെ വന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് 2ാമത്തെ റാങ്കാണ് എനിക്ക് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ തിരികെ വന്ന് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പോകും. പിന്നെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പോഴേക്കും എനിക്കൊരു പ്രൊമോഷനുമൊക്കെ ലഭിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഹോട്ടലിൽ തന്നെ ഒരു ക്ലിനിക് ഫീൽഡുണ്ട്. ആ ക്ലിനിക്കിൽ അവരോടൊപ്പം ജോലി ചെയ്യുവാൻ തക്കവണ്ണം ഒരു സിസ്റ്ററുണ്ട്, അതായത് ബ്രിട്ടീഷുകാരിയാണ്. അവരോടൊപ്പം ജോലി ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. വിദേശ രാജ്യത്ത് ഞാൻ ഉണ്ടായിരുന്നതായ കാലയളവിൽ എപ്പോഴും എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അവിടെ തന്നെ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണ്. എന്നാൽ ഞാൻ അങ്ങനെ അവിടെ തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു എൻ്റെ മാനസികമായിട്ട് ഞാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം എനിക്ക് നാട്ടിൽ ജോലിക്ക് ഉണ്ടല്ലോ, തിരിച്ച് നാട്ടിൽ ജോലിക്ക് വരണം, ജോയിൻ ചെയ്യണം എന്നതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പ്രയാസം എന്ന് പറയുന്നത്, എനിക്ക് ഈ വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അതൊന്ന് പൂർത്തീകരിക്കണമെങ്കിൽ കുറേ പൈസയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അനാവശ്യമായിട്ട് പൈസകളൊന്നും അധികം ചെലവഴിക്കാതെ, ചെറിയ ശമ്പളമേ ഉള്ളൂ, അത് മൊത്തത്തിൽ അന്നത്തെ കാലത്ത് ഇന്ത്യൻ റുപ്പീസ് ഏതാണ്ട് ഒരു 20,000 രൂപയ്ക്കകത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പക്ഷേ ഒരു വാലിഡായിട്ടൊരു തുകയാണ്. അത് കൊണ്ടുവരുവാൻ നമുക്ക് നാട്ടിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം പുറത്തോട്ട് പോവുകയും മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിപ്പാൻ തക്കവണ്ണം പോവുകയും ഞാൻ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയങ്ങളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ടുള്ള ആ ഒരു അടുപ്പം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയിലൂടെ എനിക്ക് ദൈവവുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം സാധിച്ചു എന്നത് ഇതിന് യാതൊരു സംശയമില്ല. ഭംഗിയായിട്ട് എനിക്ക് ഉള്ള ജോലി കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധിച്ചു എന്നത് അത് തന്നെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ചതായ ഒരു അനുഭവം തന്നെയാണ് എന്നതിന് യാതൊരു സംശയമില്ല. ജോലിയുടെ ഇടയിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ മൂവ് ചെയ്യാൻ എന്നെ കൂടെ ചുമതലപ്പെടുത്തിയിരുന്നു. സാധനങ്ങൾ ഗ്ലാസ് ഉൾപ്പെടെയുള്ള ചില സാധനങ്ങളാണ്. അതിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതായ സമയത്ത് അത് ഒരു ഭാഗം
തട്ടി. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തത് ഈ ഫിലിപ്പിനോസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് കുറേയൊക്കെ ഇന്ത്യൻസിനോടൊക്കെ വല്ലാത്തൊരു ഈർഷ്യ മനോഭാവമോ ഒക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇവരാണ് ഒരു സൈഡിൽ, ഞാനൊരു സൈഡിലും. അവർ അതിൽ നിന്ന് ഒന്ന് തള്ളുകയോ എന്തോ ചെയ്തിട്ടാണോ എന്നറിയില്ല, എല്ലാം കൂടി എൻ്റെ കൈക്ക് വീണു. കൈക്കൊരു നല്ലൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തായാലും ദൈവം എന്നെ വലിയൊരു അതിശയകരമായിട്ട്, ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഒരു ചെറിയ മുറിവിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിച്ചു. പിന്നെ സാധനങ്ങളെല്ലാം പൊട്ടി പോയി എങ്കിൽ പോലും എനിക്ക് വലിയൊരു അപകടം എനിക്കുണ്ടാകാതെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിച്ചത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഒരു അനുഭവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു ഫാർമസിസ്റ്റ് ആണ് എങ്കിലും എനിക്ക് മറ്റുള്ളവരടുത്ത് ശുശ്രൂഷ ചെയ്യുന്നതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. ആശുപത്രിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടാകുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും എൻ്റെ ഈ പ്രൊഫഷനിൽ നിന്ന് മാറി ഞാൻ ആ ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ, ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, ഹോട്ടലിൻ്റെ വെളിയിൽ ഇലകളും ഒക്കെ കിടക്കുന്നതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് ആദ്യം ലഭിച്ചത്. ഞാൻ വല്ലാതെ, അതും ഭയങ്കര വെയിൽ, ചൂട്, ആ ചൂടത്ത് വല്ലാതെ നിൽക്കാനൊക്കത്തില്ല, വിയർത്ത് ഒഴുകുകയാണ്. അപ്പോൾ നമുക്കവിടെ നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ വളരെയധികം നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒക്കെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ആ നിലവിളിക്കുന്നതും ഇരിക്കാനോ നിൽക്കാനോ ഒക്കത്തില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. എൻ്റെ ജോലിയുടെ ഇടയിലാണ് ഞാനിങ്ങനെ പെയ്യെ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു സൂപ്പർവൈസർ ഇത് കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താ നിനക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോവുകയും ആ ഒരു ജോലിയിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വരുത്തി അദ്ദേഹം കുറേ കൂടെ കംഫർട്ടായിട്ടൊരു ജോലിയിലേക്ക് എന്നെ ആക്കുവാൻ തക്കവണ്ണം ഇടയാക്കി എന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതൽ, ആ ഒരു കരുതലില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വന്നേനെ, യാതൊരു സംശയമില്ല. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അത് പൊരുത്തപ്പെട്ട് നിന്ന് ജോലി ചെയ്തു പോകുവാൻ. ഒന്ന് ആശ്വസിപ്പിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടേതായ ജോലിയിൽ ഇങ്ങനെ വ്യാപൃതരാണ്, അവരവരുടേതായ ജോലിയിൽ ഇങ്ങനെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ പോയിട്ട് വല്ലാതെ ചൂടിൽ എൻ്റെ ജീവിതത്തിലൊരു പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് ആക്കപ്പെട്ടു പോയത്. അപ്പോൾ തൃശ്ശൂരുള്ള ഒരു സാറാണ്, അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ തന്നെയാണ് എൻ്റെ അടുക്കിലേക്ക് വരികയും അദ്ദേഹം എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. 1-2 ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം എനിക്ക് ഒരു കുറച്ചുകൂടെ കംഫർട്ട് സോണിൽ ജോലി എനിക്ക് അദ്ദേഹം നൽകിയത്. തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു കരുതൽ, ഒരു കർത്താവ് നമ്മോടൊപ്പം കൂടെ ഉണ്ട് എന്ന ഒരു ഉറച്ച ഒരു വിശ്വാസം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായി. ദൈവത്തിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. ദൈവമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിലെ പല കാര്യങ്ങളിലും, ഇപ്പോഴത്തെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുതൽ വളരെയധികം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു കരുതലാണെന്ന് സംശയമില്ല എനിക്ക്. ഞാൻ വിദേശത്ത് പോയിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബൈബിൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈബിൾ വായിക്കുമായിരുന്നു, എല്ലാ ദിവസവും ഞാൻ വായിക്കുമായിരുന്നു. വായിക്കുമെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വായിക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. കാരണം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഇങ്ങനെ ഓരോ സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എഴുന്നേറ്റ് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പോകേണ്ടതായിട്ട്. എന്നാൽ വൈകുന്നേരങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ മുടങ്ങാതെ വായിക്കുന്ന ഒരു പതിവ് അത് പണ്ട് മുതലേ ഉണ്ട്. ഞാനങ്ങനെ വൈകുന്നേരങ്ങളിൽ മുടങ്ങാതെ ബൈബിൾ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. എന്നാൽ പോലും നമ്മളത് വായിക്കുമ്പോൾ അവിടെ എൻ്റെ കൂടെ താമസിച്ചിരുന്നൊരു ഞങ്ങൾ 4 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്, ഒരു ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുന്നത്. ഒരു വലിയ ഹോസ്റ്റലാണ്. ഹോട്ടലിലെ സ്റ്റാഫുകൾ മാത്രമേ അവിടെയുള്ളൂ, വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നതായ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. 4 പേരിൽ 3 പേരും മുസ്ലിംകളാണ്. അപ്പോൾ അവർക്ക് ബൈബിളിനോടൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷേ അവരതിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊന്നുമില്ല. അവരവരുടേതായ നിസ്കാരവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർ പോകും.
നമ്മൾ ആ ഒരു സമയത്ത് അവരുടെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, കാരണം നമുക്ക് വലിയ സ്വാതന്ത്ര്യം അവിടെ ഇല്ലല്ലോ. ബൈബിളൊക്കെ വായിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ബൈബിളിൽ കൂടെ കൊണ്ട് നടക്കുന്നത് അന്നത്തെ എന്ന് പറയുമ്പോൾ അന്നിരുന്ന രാജാവല്ല ഇപ്പോൾ ഭരിക്കുന്നത്. ഇന്നത്തെ പോലുള്ള ഒരു ലിബറലിസം അന്ന് ഉണ്ടായിരുന്നില്ല, അന്ന് കുറേ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഭയപ്പാട് നമുക്കുണ്ട്. ഇതിൽ ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ കംപ്ലീറ്റ് അടച്ചകത്തൊരു മുറിയിൽ രഹസ്യമായിട്ടാണ് ഞങ്ങൾ കൈകൊട്ടുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു ശബ്ദം പുറത്ത് വന്നാൽ അത് വല്ലാത്ത ഒരു അനുഭവമായിരിക്കും എന്ന് അവിടെ കൂടെയുള്ളവരെല്ലാം ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നുമുള്ള ഒരു പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് മറ്റധികാരികളൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും അറിയാൻ തക്കവണ്ണം ഇടയാകാത്തത് കൊണ്ടാണ് അത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടായി. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ ക്രിസ്ത്യാനികളെയും കരുതുന്ന ഒരു രാജ്യമാണ് അറബി രാജ്യം എന്ന് ഇപ്പോൾ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു ഭയമാണ്. കാരണം നമ്മൾ ശബ്ദം പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ആരെങ്കിലും അറിയും, ആരെങ്കിലും അറിഞ്ഞാൽ അത് ജയിലിൽ പിടിച്ചിടും, അല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നൊക്കെയുള്ള ഭയപ്പാട് നമുക്കുണ്ട്. എങ്കിലും ആ ഒരു പ്രാർത്ഥനയിൽ വ്യാപൃതരായി കഴിയുമ്പോൾ ഈ ശബ്ദം ഉയർന്നതോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഉള്ള ശബ്ദം ഉയർന്നതോ കൈകൊട്ടുമ്പോൾ ഉള്ള ശബ്ദം ഉയർന്നതോ ഒന്നും ഞങ്ങളാരും അത്രയൊന്നും അറിയാറില്ല. അതിന് ശേഷമാണ് പറയുന്നത് അയ്യോ എന്തായാലും പുറത്താരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നത്. ഒരുപക്ഷേ കർത്താവിൻ്റെ തീർച്ചയായും കർത്താവിൻ്റെ ഒരു കരുതൽ തന്നെയാണ് അതിൽ എന്ന് നമുക്ക് തീർത്തും പറയുവാൻ തക്കവണ്ണം സാധ്യമാകും. മറ്റ് ദുരനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രകാരം അന്നത്തെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരനുഭവവും ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് തന്നെ പറയുവാൻ തക്കവണ്ണം സാധിക്കും. എൻ്റെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് 4 വർഷവും പിന്നൊരു ഏതാനും ചില മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് വിദേശ രാജ്യത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായത്. എൻ്റെ ഭാര്യ ജെസ്സി, എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നീതുമോൾ ജെസ്സി പ്രസവിക്കുന്നതായ സമയത്ത് ഞാൻ വിദേശ രാജ്യത്തേക്ക് പോയത്. തീർച്ചയായും വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നീതുമോൾ എൻ്റെ മൂത്ത കുഞ്ഞ് നന്നായിട്ട് പഠിപ്പിക്കുവാനും അവളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞൊരു രണ്ടാമത്തെ കുഞ്ഞ് നിറ്റുമോൾ ഉണ്ടായി. ഞാൻ പഠിക്കുന്ന കാലയളവിൽ എനിക്ക് ഫാർമസിയോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഫാർമസിയിൽ ഒരു ഡിഗ്രിയോ PGയോ ഒക്കെ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ പിതാവിന് അസുഖമൊക്കെ ആയിട്ട് രോഗശയ്യയിലായതുകൊണ്ട് പഠിക്കുന്നതിനൊന്നും ഉള്ള സാമ്പത്തികം സമാഹരിക്കുവാൻ തക്കവണ്ണം സാധിച്ചിരുന്നില്ല. എനിക്കുള്ള ഒരു കുറവ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് ലഭിക്കാതെ പോയത് എൻ്റെ മക്കൾക്ക് അത് കൊടുക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും എനിക്കുണ്ടായത്. തീർച്ചയായും ഒരു പ്രവാസ ജീവിതത്തിലൂടെ ആണ് അതിൻ്റെ ഒരു ബേസ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ കുഞ്ഞിന് ഫാർമസിയിൽ ബിരുദാനന്തര ബിരുദം എടുക്കുന്നതിനും ഇപ്പോൾ കാനഡയിൽ നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സാധിച്ചു. ഇളയ മകളും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത് വിദേശ രാജ്യത്ത് അവളും ജോലി ചെയ്ത് സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം വളരെ ഭദ്രവും സന്തോഷവും ദൈവികവുമായുള്ള മക്കളാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്നതിന് സംശയമില്ല. ദൈവം കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിച്ച അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചതായ വഴികൾ ഓർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ കരയേറ്റുകയാണ്, നന്ദി കരയേറ്റുകയാണ്. ഇപ്പോൾ എൻ്റെ കുടുംബജീവിതം വളരെ സേഫാണ്, വളരെ കോൺഫിഡൻ്റാണ്, വളരെ കംഫർട്ടാണ്.
എൻ്റെ മക്കളുടെ ജീവിതവും അതുപോലെ തന്നെ ഞാനും എൻ്റെ ഭാര്യ ജെസ്സിയും ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന പൂർണ്ണമായ ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രവാസ ജീവിതത്തിൻ്റെ കാലയളവിലായാലും ജെസ്സിയൊക്കെ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും, ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹകരമായിട്ടിരിക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു ആലോചന വന്നപ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് ഒരു വിവാഹത്തിൻ്റെ ഒരു പ്രായം ആകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, എനിക്ക് എൻ്റെ മകള് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു, അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകനെ ഞങ്ങൾക്ക് കാട്ടിത്തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാതെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിഷയം വെച്ചത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് തക്കതായ ഫലമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹ ജീവിതത്തിൽ പ്രതിഫലിപ്പാൻ തക്കവണ്ണം സാധിച്ചത് എന്നതിന് സംശയം ഒന്നുമില്ല. അത് ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. അത് അവരനുഗ്രഹകരമായ കുടുംബജീവിതം ഞങ്ങൾ നയിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി, ക്യാഷ് ബാലൻസ് ഉണ്ടാക്കി, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി വെക്കുന്നതിന് അപ്പുറമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു അവർക്കൊരു ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം, അതുപോലെ നല്ല വിദ്യാഭ്യാസം നൽകുവാൻ തക്കവണ്ണം സാധ്യമായാൽ ഈ ഇരിക്കുന്ന സമ്പത്തിനേക്കാൾ ഒക്കെ വിലപിടിപ്പിട്ടുള്ളതാണ് അവർക്ക് ലഭിക്കുന്നതായ ആ ഒരു നമ്മൾ നൽകുന്നതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളിൽ ഒരു ക്രിസ്തീയ മൂല്യം നൽകുക, അതോടൊപ്പം തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക. ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വളരെയധികം നേട്ടം നമ്മുടെ പിൽക്കാല ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമാകും. മാത്രമല്ല നമ്മുടെ തലമുറകളിൽ ആ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമാകുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും.